ഹായ്, രുചിക്കൂട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കറിയാണ്. ഈ മീൻ മറ്റേ പ്രാഞ്ഞിലാണ്. നിങ്ങൾ മറ്റുള്ള സ്ഥലത്തൊക്കെ എന്താ പറയുക എനിക്കറിയില്ല. ഇത് പ്രാഞ്ഞിലാണ്. ഞാൻ വൃത്തിയാക്കി വെച്ചേക്കാണ്. പിന്നെ അതിലിടാൻ വേണ്ടി മാങ്ങ, പുളിയുള്ള മാങ്ങയാണ്. ഒരു കഷ്ണം കുടമ്പുളി ചേർക്കുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉള്ളി, സവാള അരിഞ്ഞത്, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഫിഷ് കറി വയ്ക്കുമ്പോൾ മീനിൻ്റെ അളവ് അനുസരിച്ചിട്ട് വേണം അരപ്പെടുക്കാൻ. അല്ലെങ്കിൽ മീനിൻ്റെ കറി വയ്ക്കുമ്പോൾ ഫിഷിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, അരപ്പിൻ്റെ ടേസ്റ്റ് മാത്രമേ. ഞാനൊരു ചെറിയ അരമുറി തേങ്ങ എടുത്തേക്കണത്. ഒത്തിരി വലിയ മുറിയല്ല, ചെറിയ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ചട്ടി ചൂടാവട്ടെ കേട്ടോ. ഞാനിത് ഈ അരപ്പൊക്കെ മുളക്, മല്ലി, മഞ്ഞപ്പൊടി, തേങ്ങയും കൂടെ പച്ചനെ സാധാരണ അരക്കണ പോലെ അരച്ചെടുത്തിട്ട് പച്ചനെ വെക്കാണ്ട്, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞെരടി മാങ്ങ ഇതൊക്കെ ഇട്ടിട്ട് വെക്കാണ്ട്. എന്നിട്ട് നിന്ന് താളിച്ച് വെക്കാനായിരുന്നു. ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് താളിച്ച്, ചട്ടി ചൂടായിട്ടില്ല, താളിച്ചിട്ട് അരപ്പ് പൊരിച്ച് വയ്ക്കുമ്പോൾ അതിനൊരു ഡിഫറെൻറ്റ് കളറുമാണ്, ടേസ്റ്റുമാണ്. പച്ചനെ വയ്ക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. എല്ലാവരും കാണണം കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബറും ഒക്കെ ചെയ്യണം. ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്, അപ്പോൾ എനിക്ക് അതിൻ്റെതായ ഇതുണ്ട്. ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻ്റ് ഇടുക എല്ലാവരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചട്ടി ചൂടായി. രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കൂളേ. വെളിച്ചെണ്ണ ആണ് ഒഴിക്കാറ്. ഫിഷിനൊക്കെ വെളിച്ചെണ്ണ ടേസ്റ്റ്. ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും അങ്ങോട്ട് ഒഴിക്കാറില്ല. ഞാൻ ഫിഷ് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ചില മീനിൽ 2 ഉലുവ താളിപ്പിന് വേണ്ടി ഇടും. അധികം ഇടില്ല, 2-3 ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നത്. അത് ചിലവരിടും, ചിലവരിടില്ല. അതൊന്ന് മൂത്തിട്ടുണ്ടേ. ഉലുവ ചട്ടിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അത് ആ ഒരു നനവുണ്ടാവുമല്ലോ ആ ചട്ടിയിൽ. വെയിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വെയിലത്ത് വയ്ക്കും ചട്ടിയൊക്കെ. കറിയൊക്കെ കഴിയുമ്പോൾ തേച്ച് കഴിഞ്ഞ് നമ്മൾ വെയിലത്ത് വയ്ക്കും. ഇനിയിപ്പം ഞാൻ ഉണ്ടോ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി അരിഞ്ഞത്, ഉള്ളിയല്ല കേട്ടോ, സവാളയെ പകുതി അരിഞ്ഞേക്കണം. ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിക്കണേ. നല്ലോണം ഒന്ന് ഒരുപാട് ഇങ്ങോട്ട് മൊരിയരുത് കേട്ടോ. ഇളം ഒരു ബ്രൗൺ കളർ. ഒത്തിരി മൊരിഞ്ഞാൽ മൊരിഞ്ഞ ടേസ്റ്റ് വരും. ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പച്ചമണമൊക്കെ ഒന്ന് മാറി. ഇപ്പം തന്നെ ചട്ടി നല്ലോണം ചൂടായതുകൊണ്ട് നല്ല പെട്ടെന്ന് വഴണ്ടി. ഞാൻ ഇതിലേക്ക് കുറച്ച്, ഓരോരുത്തരും ലാസ്റ്റാണ് ഉപ്പിടുന്നത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല, കുറച്ച് ഉപ്പിടും. ഇത് നോക്കിയിട്ട് നമുക്കിടാം. പല ആൾക്കാരും പല സീസാണ് കാണിക്കണം. അപ്പോൾ ഒന്ന് വഴണ്ടിട്ടുണ്ട് കേട്ടോ. പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്ലേവർ വരും. ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി.
എല്ലാം കൂടെ നല്ലപോലെ തീ കുറച്ച് വെക്കണേ, കരിഞ്ഞു പോവും. ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. കണ്ടോ? ഇതിൽ മാങ്ങ 2-3 കഷ്ണം മാങ്ങ എടുത്തിട്ടുള്ളൂ. ഇത് ഭയങ്കര പുളിയുള്ള മാങ്ങയാണ്. ഒരു കുഞ്ഞു കഷ്ണം ഓട്ടുപുളി, ഒരു വലിയ ഒരു ചെറുതും ഒരു വലുതുമായിട്ട് കഷ്ണം, അല്ലെങ്കിൽ ഒത്തിരി പുളിയായി പോവും. അത് ഞാൻ ഇതിലിടേണേ. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ. കുറച്ചും കൂടി ഒഴിക്കാൻ, തേങ്ങ അരച്ച് ചേർക്കാനുള്ളല്ലേ, ഒത്തിരി ഒഴിക്കരുത്. മാങ്ങയും മീനും ഒന്ന് കുക്കായത്, ഒത്തിരി വെന്ത് പോകുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കണം. ഉപ്പ് ഓരാണ്. നിങ്ങൾ ഓർക്കും വാരി ഇടണം എന്താണ്, പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു അളവ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. ഇതൊന്ന് പയ്യെ തിളയ്ക്കട്ടെ, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കട്ടെ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അത് ഇഷ്ടമായ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. ഉപ്പ് ഇച്ചിരി ഉന്തിക്കുക, അപ്പോൾ ആ മാങ്ങയിലൊക്കെ ഉപ്പും പുളിയൊക്കെ കൂടെ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഈ മീൻ എല്ലാവരും എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രാഞ്ഞിലെന്ന് പറയും. നല്ലപോലെ വെട്ടിത്തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കണേന്. പരവയല്ല കേട്ടോ, അത് പ്രാഞ്ഞിലാണ്. ചിലർ ഈ മീൻ പരവയ്ക്ക് അധികം മുള്ളുണ്ടാവില്ല, പക്ഷേ ഇതിന് മുള്ളുണ്ടാവും. സൈഡും നല്ല മുള്ളായിരിക്കും. ഒന്ന് നല്ലോണം തിളയ്ക്കണം. നല്ലപോലെ വെട്ടിത്തിളക്കട്ടെ. കറി എടുക്കുമ്പോൾ മാത്രമേ ഞാൻ വലിയ തവി എടുക്കുള്ളൂ. അല്ലെങ്കിൽ ആ വലിയ തവിയൊക്കെ ഇട്ടിട്ട് ഇളക്കുമ്പോൾ മീനൊക്കെ അങ്ങോട്ട് ഉടഞ്ഞു പോകും. ഒത്തിരി വേവില്ലാത്ത മീനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീൻ പെറുക്കിയിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചാൽ നമുക്ക് അടുത്ത് തേങ്ങ നല്ലപോലെ അരച്ചെടുക്കാം. തേങ്ങ മീനനുസരിച്ചിട്ട് അരപ്പെടുക്കണേ, അല്ലെങ്കിൽ അരപ്പിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലപോലെ അരയണം. കണ്ട നല്ല വെട്ടി തിളച്ചില്ലേ. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വയ്ക്കാം. ആ മാങ്ങയുടെ പുളിയും ഒക്കെ അരപ്പിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ മീനിങ്ങനെ എല്ലാം പെറുക്കി ഇട്ട് ഒത്തിരി വേവില്ല, അപ്പം ഇത് തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞു പോകും. മൂന്നാമത്തെ പാകത്തിൽ
കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ മുങ്ങുമ്പോൾ ആ എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെ വെക്കണേന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളക്കുമ്പോൾ തീ കുറച്ച് വെക്കാം. ആ പുളിയും എരിവൊക്കെ പിടിക്കും. നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ അരയില്ല. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ച് നമ്മൾ മീൻ ഒത്തിരി അങ്ങോട്ട് തവിയിട്ട് അങ്ങനെ ഇളക്കില്ല. അപ്പം അതൊക്കെ ചട്ടിയൊന്നും ഇതാക്കിയിട്ടുള്ളൂ. ഇത് നമുക്ക് പാലൊഴിച്ചിടും വയ്ക്കാണ്ട് ഇതുപോലെ വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ്. നല്ല കറിയൊക്കെ നല്ല കുറുകാനിരിക്കും. അങ്ങനെ വയ്ക്കാറുണ്ട് ഇവിടെ. തേങ്ങ അരച്ച് ചെയ്യുമ്പോൾ നല്ലപോലെ തേങ്ങ അരയാത്ത തേങ്ങ ഉണ്ടാവും. മൂത്ത തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പാൽ വരും. വെള്ളം ഒഴിച്ചിട്ട് അമ്മ ഷൂട്ട് ചെയ്യണേണ്. എൻ്റെ കുഞ്ഞു ഒങ്ങിയാടി. പാപ്പ തിന്നെ ചക്കര കുട്ടിയല്ലേ. എൻ്റെ മോളുടെ കുട്ടിയാ. ഞാൻ അവളെ നോക്കണം. തേങ്ങ വലിയ പച്ചത്തേങ്ങയല്ല വേണ്ട. ഇതിങ്ങനെ ഇട്ടാൽ പിരിപിരാന്നിരിക്കും കറി. അപ്പം നമുക്കിത് ഒന്ന് അരിപ്പേരി അരിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് നമുക്ക് കുഞ്ചു ഒങ്ങിപ്പോയാ. മോള് ഇവിടെ LKG ചേർത്തോളൂ. ഇന്നലെ ആയിരുന്നു അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ബസ്സിൻ്റെയൊക്കെ അവിടെ കറക്റ്റ് ആകാത്തത് കാരണം നാളെ തൊട്ട് 8:30 തൊട്ട് 1:30 വരെ. പേര് അലങ്കൃത എന്നാണ്. ഞങ്ങൾ അവളെ ചെല്ലപ്പേര് അല്ലിക്കുട്ടീന്ന് വിളിക്കണം. ഈ 3 പേരക്കുട്ടികളുണ്ട് കേട്ടോ. മൂത്ത മോക്ക് 2 കുട്ടികൾ. അവർ ബോയ്സാണ്. ഇത് ഗേളാണ്. അപ്പം ഇന്ന് സ്കൂൾ വിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മോള് കഴിച്ചില്ല. ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ നിന്ന് സ്കൂളിൽ 11 മണി വരെ ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നു. അപ്പം അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഉച്ചത്തെ ഊണ് കഴിച്ചിട്ടില്ല. വരാട്ട മാവ തേങ്ങാപ്പാലൊന്നും നല്ലപോലെ പീര വലിയ ഗുണമില്ല. അപ്പം പച്ചപ്പീര പച്ചനെ അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കത് ഇതിൻ്റെ അകത്തൊക്കെ സ്പൂണൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ.
നമ്മൾ കൈ കൊണ്ട് തന്നെ എടുക്കണം. കൈയൊക്കെ നല്ല വൃത്തിയാക്കിയ കൈയാണ്. കണ്ട പീര അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കറി രസമുണ്ടല്ലോ, പിരിപിരാന്നിരിക്കും. പാലുണ്ട്, പച്ചത്തേങ്ങയാണ്, പക്ഷെ എന്തോ ഒത്തിരി അങ്ങോട്ട് അരയുന്നില്ല. ഇനി ജാറിൻ്റെ കുഴപ്പമാണോ ഒന്നും അറിയില്ല. ഓ ആയിട്ട് തരാം കേട്ടോ. ജോലി ചെയ്തിട്ട് ഓടി വരേ. തവിയിടരുത്, ഒരു കാരണവശാലും തവിയിടരുത്. നമ്മളിത് തേങ്ങാപ്പാൽ ഒഴിക്കണേട്ടെ. ഒത്തിരി വെള്ളമായിരുന്നു കറി. എനിക്കിഷ്ടമല്ല ഒരുപാട് വെള്ളം പോലെ. പിന്നെ ആളുള്ള വീട്ടിലൊക്കെ പണ്ട് കാര്യമില്ല. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ വെള്ളം പോലെയൊക്കെ, അത് അവരുടെ ഹോട്ടലല്ലേ, അപ്പം എല്ലാവർക്കും അവർക്ക് ലാഭമൊക്കെ നോക്കണമല്ലോ. തേങ്ങാപ്പിരി അതൊക്കെ തിളക്കട്ടെ. ഉപ്പും പുളി, എരിവും പുളിയൊക്കെ കറക്റ്റാണ്. ലേശം ഉപ്പ് കുറവുണ്ട്. കടച്ചു വെച്ച് തിളപ്പിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഫിഷ് കറി ഉണ്ടാക്കണം? പല നാട്ടിലും പല സ്റ്റൈലിലാണ് കറികൾ, ഫിഷ് കറികൾ ഉണ്ടാകും. ഇതിപ്പോൾ നമ്മൾ കൊച്ചിക്കാർ ഇങ്ങനെ ഉണ്ടായിരുന്നു. കൊച്ചിക്കാർ പല സൈസും ഉണ്ടാക്കും. ഞാനിങ്ങനെ ചെയ്യണം, ഇങ്ങനെ വെക്കും. പച്ചന അരച്ച് മുളക് മല്ലി തേങ്ങ ഒക്കെ പച്ചന അരച്ച് എല്ലാവരും ഒന്നിച്ച് കൂട്ടി വെക്കും. തീയിൽ വയ്ക്കുക. കറക്റ്റാട്ടോ എരിവും പുളിയും ഉപ്പും എല്ലാം. ഞാൻ കഴിച്ചിട്ടാ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ കുക്കിങ്ങിനോട് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇത് തുടങ്ങിയത് തന്നെ. എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഫിഷ് കറി റെഡി. ഗ്യാസ് ഓഫ് ചെയ്തു. ഒത്തിരി അങ്ങനെ അടച്ച് വയ്ക്കണ്ട. കറക്റ്റ് പാകത്തിനാണ് കറി ചാറ്. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടെ കുറുകെ, ഈ ചട്ടിക്ക് അത്രയും ചൂട് നിൽക്കണല്ലേ, അപ്പോൾ കറി ഒന്നും കൂടെ ശരിക്കും കുറച്ചും കൂടെ വറ്റും.
മാങ്ങ നല്ല പുളിയിലുകൊണ്ടാണ് 4 കഷ്ണം കഷ്ണവും മാങ്ങയും ഒരു കഷ്ണവും ഒരു ചെറിയ കഷ്ണവും ഇട്ടുകൂടി ഇട്ടത്. ഇപ്പം കറക്റ്റാണ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബായ്.